ഹായ് ഫ്രണ്ട്സ്. ഭൂമിയുടെ അച്യുതൻ പറയും നമ്മൾ നാട്ടിലേക്ക് പോവണേ. ഇത് കേൾക്കുന്ന ഭൂമി ഞെട്ടിപ്പോവണേ. എന്താ ഈ പറയുന്നത്? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അതൊക്കെ ഉണ്ട്, അത്യാവശ്യമാണ്, നമുക്ക് പോയേ പറ്റൂ. ഭൂമി പറയും ഇല്ല, ഞാൻ വരില്ല. അച്ഛൻ്റെ ട്രീറ്റ്മെന്റ്. അച്യുതൻ പറയും അൾസർ അല്ലേ, അത് താനെ മാറിക്കോളും. ഇല്ല, ഞാൻ വരില്ല, നിങ്ങളും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭൂമി അകത്തേക്ക് പോവാണ്. അപ്പോൾ അംബിക പറയുന്നുണ്ട്, മോള് പറഞ്ഞില്ല കേട്ടില്ലേ, എന്ത് സംഭവിച്ചാലും ഞാൻ മോളെ കൊണ്ടുപോകും. അങ്ങനെ ഭൂമിയാണെങ്കിൽ പോവില്ലെന്നുള്ള വാശിയിൽ നിൽക്കുമ്പോൾ ദേഷ്യത്തിൽ പറയും പോണം, പോയേ പറ്റൂ. ഇത് കേൾക്കുന്ന ഭൂമി ഞെട്ടിപ്പോവും. കാരണം അച്ഛനെ ഇത്രയും ദേഷ്യത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഭൂമി പോവാന്ന് സമ്മതിക്കാട്ടോ. പക്ഷേ അച്ഛനോടുള്ള സ്നേഹം തെളിയിക്കാനല്ല, അച്ഛൻ ഈ ചെയ്യുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു പോകും. ഈ സമയം അംബിക പറയും, മോള് പറഞ്ഞു കേട്ടോ, മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. ആണോ അച്ഛേട്ടാ? അപ്പോൾ അച്യുതൻ വിഷമത്തിൽ നിൽക്കാട്ടോ. പിന്നീട് അച്യുതൻ കാറിൽ പോയിരുന്നേ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഭവാനിയെ ഭൂമിയെ കൊല്ലാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ. ഈ നല്ല മോളെ ഞാൻ കൊല്ലാനോ? ഇല്ല, ഇതിന് ഞാൻ അമ്പയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് മോളെ കൂട്ടി വീട്ടിലേക്ക് വന്നതും അമ്പയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് കുഞ്ഞിനെ കാണുമ്പോൾ കേട്ടോ. പിന്നീട് ആ കുഞ്ഞിനെ എടുത്ത് ഇവർ അന്ന് രാത്രി തന്നെ അവിടുന്ന് നാട് വിടുന്നതും വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതും അച്യുതൻ ആ കുഞ്ഞിന് വേണ്ടി കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതും. അംബിക പറയും അച്ഛേട്ടാ, നമുക്ക് മോക്കൊരു പേരിടണ്ടേ? അച്യുതൻ പറയുന്ന പേര് സീത എന്നാ. അയ്യേ, സീതയോ? അതൊരുപാട് പേർക്കില്ലേ. ആ പേരിന് അർത്ഥം വരുന്ന മറ്റൊരു പേരുണ്ട്, ഭൂമിജ. അങ്ങനെ ആവുമ്പോ നമുക്ക് ഭൂമി എന്നൂടെ വിളിക്കാം. അങ്ങനെയാണ് ആ കുട്ടി ഭൂമിജ ഭൂമിയായി മാറിയത്. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആ കാറിലിരിക്കണേ. നീ എന്നോടൊപ്പം കൂടിയിട്ട് 38 വർഷമായി. നിനക്കും പ്രായമില്ലേ? എനിക്കും. മനസ്സിനൊന്നും വയ്യ. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ. മോൾ ഈ കാറിൽ കയറിയത് മുതലേ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിനക്കറിയാലോ. ഇപ്പതാ മോളുടെ സ്വന്തം അച്ഛനെ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഞാൻ കൊടുക്കില്ല, എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. കൊണ്ടുപോവാ, ആരും കാണാത്ത മറ്റൊരു ദേശത്തേക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഭൂമി അങ്ങോട്ട് വരും. എന്നിട്ട് വീണ്ടും ചോദിക്കും, നമുക്കിവിടുന്ന് പോകണോ? എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ. പോണം മോളെ, എല്ലാം മോക്ക് വേണ്ടിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഈ അച്ഛനും അമ്മയും ജീവിക്കുന്നത് മോക്ക് വേണ്ടിയിട്ടല്ലേ? ഭൂമി അറിയും, അറിയാം. നമ്മുടെ നാട്ടിൽ ചെന്ന് ആ പഴയ വീട് കിട്ടുമോ? ആ, അതൊക്കെ ഞാൻ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭൂമി അറിയും, എന്തായാലും നാളെ ഞാൻ കോഫി ഹൗസിലേക്ക് ചെന്ന് ലക്ഷ്മി ചേച്ചിയോടും പോലീസുകാരോടും ഒക്കെ കാര്യം പറയട്ടെ. അപ്പോൾ അച്യുതൻ പറയും, നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ആരോടും പറയണ്ടെന്ന്. അപ്പോൾ ഭൂമി അറിയും, ഇല്ല, പറഞ്ഞാലും ആരും സൗഹൃദം അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. അച്യുതൻ വീണ്ടും ആവർത്തിക്കും, സ്ഥലത്തിൻ്റെ പേര് ആരോടും പറയണ്ടെന്ന്. അപ്പോൾ ഭൂമി ഇല്ലെന്ന് പറയട്ടോ. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യവ്രത്താണ്. അവിടെ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ സംസാരിക്കുകയാണ്. സംഗീതയും മുത്തശ്ശിയും മാധവനും കൂടെ പത്രത്തിലെ അതിന്റെ പരസ്യം കൊടുക്കണം എന്നൊക്കെ പറയും. സംഗീത പറയും വേണം, കല്യാണത്തിന്റെ ഇതില് നമുക്ക് നല്ല റൊമാൻറ്റിക് ഫോട്ടോയോടൊപ്പം വീഡിയോയും കൂടെ വെക്കാം. അതേൽക്കും മുത്തശ്ശി പറയും അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു ട്രെൻഡ് ആവും. എത്രയാവും റേറ്റ് എന്നൊക്കെ അന്വേഷിക്കുക. പിന്നെ എനിക്ക് 4 പേരക്കുട്ടികളല്ലേ? അപ്പോൾ അവർ പറയും അതെ. മുത്തശ്ശി പറയും അജയ്, അജയുടെ അനിയത്തി അനുപമ, പിന്നെ സംഗീത പറയും അഭിരാമിയും അനുപമയും. അതിൽ കാണാതെ പോയത് അഭിരാമിയെ. അനുപമയുടെ അവള് ഭർത്താവിന്റെ വീട്ടിലല്ലേ, അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് അവളുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ? സംഗീത പറയും ഇല്ല. എന്നാ അവളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ, നിശ്ചയത്തിന് അവൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോകും. മാധവൻ പറയും നീ അവളെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു, അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അവളൊന്നും പറയുന്നില്ല. നീ എന്തായാലും ഒന്നുകൂടെ വിളിക്കുന്നു പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ സംഗീത അനുപമയെ വിളിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അഞ്ജന ഫോണിൽ കളിച്ചുകൊണ്ട് ഭവാനി പറയും നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഗെയിം കളിക്കുകയാണ്. നമ്മൾ കളിക്കുന്ന ഗെയിം ഇതല്ല, ജീവിതത്തിലെ യഥാർത്ഥ ഗെയിമാണ്. 1-2 ദിവസം കൊണ്ട് കളിച്ചു തീർക്കാൻ പറ്റുന്നതല്ല അത്. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കളിക്കേണ്ടി വരും. നീ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നീ അജയ്ക്ക് ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞോ? അപ്പോൾ അഞ്ജന പറയും പറഞ്ഞു. എന്നിട്ട് നാണം കെട്ടോന്ന് ചോദിക്കേ. നാണം കെട്ടു, ഞാൻ എന്തോ ചീത്ത വിളിച്ച പോലെയായിരുന്നു നോട്ടം. ഭവാനി പറയും അതൊന്നും കാര്യമാക്കണ്ട, നീ എന്നും മെസ്സേജ് അയക്കണം. അയക്കുന്നുണ്ടോ? അഞ്ജന പറയും ഉണ്ട്. എന്നിട്ടോ റിസൾട്ട് ചോദിക്കേ. റിപ്ലൈ ഇല്ല. അവൻ അവളെ ഇഷ്ടം, ആ ചായക്കടക്കാരിയെ അവളെയും കൊണ്ട് നടക്കാണ് പതിവ്. ഭവനിക്കും ആര്, ഭൂമിയെയോ? ആ അതെ, നിന്നെ ചൂടാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അഞ്ജന പറയും അങ്ങനെ തന്നെയാണ് ഞാനും ആദ്യം കരുതിയത്, പക്ഷെ അല്ല. അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവളെ ഇഷ്ടമാണ്, അവളെ കല്യാണം കഴിക്കുന്നത്. ഇത് കേൾക്കുന്ന ഭവനിക്ക് ദേഷ്യം വരും. എന്നിട്ട് കയ്യിൽ തൊട്ട് സത്യം കൊടുക്കും, ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. അമ്മ അവളെ കൊല്ലാൻ പോവാണോ? നമ്മുടെ മുന്നില് നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഭൂമിയാണെങ്കിലും ചന്ദ്രനാണെങ്കിലും അത് മാറ്റിയിരിക്കും ഈ ഭവാനി എന്ന് സത്യം ചെയ്തു കൊടുക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമിയാണ്. ഭൂമി പോകുന്ന കാര്യത്തെക്കുറിച്ച് ലക്ഷ്മി ചേച്ചിയോട് സംസാരിക്കുക. ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട്. ഭൂമി പറയുന്നുണ്ട് 2-3 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും, അതുവരെ ചേച്ചി കാര്യങ്ങളൊക്കെ ചെയ്യണം. അച്ഛൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും ചായ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ അജയോട് പറയും
ഞാൻ നാട്ടിലേക്ക് പോവാണെന്ന്. എപ്പോൾ വരും എന്ന് ചോദിക്കും. കുറച്ച് 2-3 ആഴ്ച എടുക്കും. ആണോ? അതെന്താ അങ്ങനെ? എവിടെ നാട്? അപ്പൊ ഭൂമി അറിയും കുറച്ച് കിഴക്കാ. സ്ഥലം ചോദിക്കുമ്പോൾ അച്യുതൻ പറയണ്ടെന്ന് പറഞ്ഞത് ആലോചിക്കും. അത് പറഞ്ഞാൽ സാറിന് അറിയില്ലല്ലോ. താനെ എന്തായാലും പോയിട്ട് വേഗം വായോ. എത്ര ദിവസം എടുക്കും? 2-3 ആഴ്ച. അത് കേൾക്കുന്ന അജയ്ക്ക് 2-3 ആഴ്ചയോ? ഭൂമിക്കും സാറിനൊപ്പം എന്നെ ഇഷ്ടമാണല്ലേ, തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാരണം? ഭൂമി അറിയാൻ സത്യം പറഞ്ഞാൽ സാറിന്റെ ക്യാരക്ടർ പഠിക്കാനേ പറ്റുന്നില്ല. അപൂർവ സന്ദർഭങ്ങളില് സാർ ഒരു മുയൽക്കുട്ടിയാ. ഓ, അപ്പൊ ബാക്കി സമയത്തോ? ഭൂമി അറിയും കലമാൻ. അജയ് പറയുമ്പോ അങ്ങനെയല്ലല്ലോ, കരടി, പുലിയും മുള്ളം പന്നി. ഭൂമിയുടെ മുഖത്ത് വിഷമാവുമ്പോ അജയ്ക്കും എന്തേ? ഭൂമി അറിയും ഇങ്ങനെയുള്ള സാറിന്റെ കോമഡി ഇനി കേൾക്കാൻ പറ്റില്ലല്ലോ. തനിക്ക് നല്ലൊരു മനസ്സുണ്ട്. തന്റെ കടയിലെ ബോർഡ് പോലെ നിങ്ങളുടെ സന്തോഷം എന്റെ ലാഭം. അതൊക്കെ മറന്ന് നിന്നയ്ക്കായിട്ടല്ലല്ലോ ഈ യാത്ര. താൻ ഇവിടെ നിറഞ്ഞു നിൽക്കാ, പോയി വേഗം പോര്. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അജയ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.